കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു വന്നിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്ക് മേഖലയിൽ CPM നടത്തി വന്നിരുന്ന അഴിമതിയും തട്ടിപ്പുകളും കരുവന്നൂരിൽ തുടങ്ങിയത് ഇന്ന് കവളങ്ങാട് എത്തി നിൽക്കുകയാണ്. 17 കോടി രൂപ മുടക്കിൽ ആയുർവേദ സ്പാ നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങിയതു മുതൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. CPM ഏരിയ നേതാവിന്റെയും ബാങ്ക് മുൻ പ്രസിഡന്റിന്റെയും ബിനാമി പ്രവർത്തനങ്ങളാണ് ബാങ്കിൽ നാളുകളായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ തന്നെ നിരവധി കൺസ്ട്രക്ഷൻ കമ്പനികൾ ഉണ്ടെന്നിരിക്കെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കടലാസ് കമ്പനിക്ക് നിർമ്മാണ പ്രവർത്തനം നൽകിയത് അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന് സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എന്നത് വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. കവളങ്ങാട് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ കുറെ കാലമായി നടന്നുവരുന്ന സ്ഥലം ഇടപാടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സഹകരണ വകുപ്പ് തയ്യാറാക്കാത്ത പക്ഷം നിയമപരമായി നേരിടുമെന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. സഹകരണ മേഖലയിൽ CPM നടത്തുന്ന വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും അവസാനത്തെ ഉദാഹരണമാണ് നേര്യമംഗലത്ത് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടം നിലംപൊത്തിയത്. എല്ലാ തരത്തിലും അഴിമതിയുടെയും ധൂർത്തിന്റെയും പര്യായമായി സഹകരണ മേഖല മാറിയിരിക്കുകയും ഈ പദ്ധതിക്ക് നേര്യമംഗലത്ത് സ്ഥലം വാങ്ങുന്നതുൾപ്പെടെ വലിയ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ഏതാണ്ട് 80,000 രൂപ വിലയുള്ള സ്ഥലത്തിന് 2 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ 2.5 ഏക്കർ സ്ഥലം സഹകരണ ബാങ്ക് വാങ്ങുന്നത്. UDF അന്വേഷിച്ചപ്പോൾ ഒരു മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ മലബാർ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ വ്യാപകമായ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയെ ഏൽപ്പിച്ചത്. ഇവിടെ ഈ കെട്ടിടം നിലംപൊത്തിയതുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. വേണ്ടത്ര കമ്പിയോ സിമന്റോ ഉപയോഗിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അപ്പോൾ കൊള്ള ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.